അകത്ത് കുടുങ്ങിക്കിടക്കുക. അപ്പൂപ്പ പ്ലീസ് ഹെൽപ്പ്. ടിംബക്ടു ഞങ്ങളെ ഷ്രിങ്ക് ആക്കിയിരിക്കുക. പ്ലീസ് ഹെൽപ്പ് അപ്പൂപ്പ. വീർ, നിങ്ങൾ എവിടെയാണ്? എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അപ്പൂപ്പന് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയില്ല. അപ്പൂപ്പൻ പറയുന്നത് കേൾക്കാൻ നിന്നാൽ പിന്നെ എനിക്ക് ഒരിക്കലും കേൾക്കാൻ കഴിയില്ല. വീർ, വീർ, നീ ഇതെവിടെയാണ്? വീർ, ടിംബക്ടു, നീ വീറിന് എന്താണ് ചെയ്തത്? വേഗം പറഞ്ഞോണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് പോലീസിന്റെ കയ്യിലേൽപ്പിക്കും. സോറി സോറി, എന്നെ പിടിച്ച് പോലീസിലൊന്നും കൊടുക്കല്ലേ. ഞാൻ വീറിനെ ഈ ഗൺ ഉപയോഗിച്ച് ചെറുതാക്കി കളഞ്ഞു. അവൻ ഈ പുല്ലിൽ എവിടെയോ ഉണ്ട്. വീർ, ബൈ ബൈ, സീ യു, താങ്ക് യു. വീർ, നീ പാർക്കിൽ എവിടെ ഉണ്ടെന്നാണ് ഇത് പറയുന്നത്? ഞാൻ ഇപ്പൊ തന്നെ ഈ ട്രാക്കർ മെഷീൻ ഉപയോഗിച്ച് നിന്നെ കണ്ടുപിടിക്കും. ഈ സ്റ്റിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഹായ്, ഞാനിത് എടുത്തോണ്ട് വീട്ടിൽ പോവാ. നമുക്കിനി താഴേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോവാം. മിണ്ടാതെ ഇങ്ങോട്ട് വാ. വീർ, നീ ഇതെങ്ങോട്ടേക്കാ പോകുന്നത്? ഉള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണോ ഈ കിളി ഇപ്പൊ വന്നത്? അതേ തേനീച്ചയെ തിന്നാണെങ്കിൽ നമ്മളും ആ കിളീന്റെ വീട്ടിലേക്ക് പോകും. ഇംലി, നീ ഇങ്ങനെ വെറുതെ കരയാതെ. ബോസ് പറഞ്ഞത് വളരെ ശരിയാണ്. അവരിതാ എത്തിക്കഴിഞ്ഞു. ഇംലിത്തെ അങ്ങോട്ട് നോക്ക്. ടിംബക്ടുന്റെ കയ്യിൽ ആ ഷ്രിങ്കിങ് ഗണ്ണുണ്ട്. അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മള് പഴയതുപോലെയാവും. അപ്പൂപ്പൻ പറയാറുണ്ട്, ഇമ്പോസിബിൾ പോസിബിൾ ആക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള വീരെന്ന്. വിങ് സ്യൂട്ട് ഓൺ. വിങ് സ്യൂട്ട് ഓൺ. ജണ്ടു, നീ ഇവിടെ എന്തെടുക്കുക? വീറിനെ ഇന്നലെ തൊട്ട് കാണാനില്ല. നിന്നെയും കാണാനില്ലായിരുന്നല്ലോ. ഞാൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അല്ല, ആരിത്? അപ്പൂപ്പനോ? അപ്പൂപ്പൻ ഇവിടെ എന്ത് ചെയ്യാ? നീ വേഗം എന്റെ കൂടെ വാ, ഞാനെല്ലാം പറഞ്ഞു തരാം. വീരിനി വളരെ ചെറുതാണ്. ഇത്ര വലിയ ടിംബക്ടുവിനോട് നീ എങ്ങനെ ഫൈറ്റ് ചെയ്യും? ഇതുകൊണ്ട് ജയിക്കുന്നത് ഇമ്പോസിബിളാ. അയ്യോ, വേണ്ട വേണ്ട, നീ എന്തായി ചെയ്യുന്നത്? ബോസ്, എന്നെ സഹായിക്കൂ ബോസ്. അപ്പൂപ്പ, വീർ, അപ്പൂപ്പ ഷ്രിങ്കിങ് ഗൺ വെച്ച് ഞങ്ങളെ ശരിയാക്ക്. അയ്യോടാ. താങ്ക് യു അപ്പൂപ്പ. ടിംബക്ടുവിനെ നേരെ നിർത്ത്. എനിക്ക് അവനെ കാല് മടക്കി തൊഴിക്കണം. അവനെ ഒന്ന് നേരെ നിർത്ത്. ടിംബക്ടുവിനെ വേഗം തുറന്നു വിട് ചിണ്ടു. നീ എന്റെ പിള്ളേരെ ഷ്രിങ്ക് ആക്കൂടാ. നിനക്ക് ഇത്ര ധൈര്യമോ? അയ്യോ, തന്നല്ലേ. അവനെ പിടിച്ചു നിർത്ത്. അവനെ കാല് മടക്കി തൊഴിക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല. ഒന്ന് പിടിച്ചു നിർത്ത്. വീർ, ഇത്തവണ നിന്നെ രക്ഷിക്കാൻ ആർക്കുമാവില്ല. ഒരിക്കലുമാവില്ല.
പ്ലാന്റ്സിന്റെ വേരിന് മണ്ണ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിനെ മണ്ണിൽ നിന്ന് പാറയിലേക്ക് കൊണ്ടുപോവാം. അവിടെ ഇതിന് നടക്കാനും പറ്റില്ല. ഇതിന്റെ വേരിന് ഗ്രിപ്പും കിട്ടില്ല. അയ്യോ, ഇതെന്താ ഇങ്ങനെ? ഒന്ന് നേരെ നിക്ക്. എന്താ ഇത്? എന്ത് പറ്റി ടിംബക്ടു? പേടിച്ചു പോയോ? ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. നിനക്ക് ധൈര്യമുണ്ടെ ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. വീർ, അപ്പൂപ്പ ഇങ്ങോട്ട് വരല്ലേ? പ്ലീസ് ഇവന്റെ അടുത്തേക്ക് വരരുത്. വീർ, ഇനി നീ എന്റെ കസ്റ്റഡിയിലാകും. വീർ, എന്റെ അഭിപ്രായത്തിൽ ജിണ്ടുവിനെ വിളിക്കുന്നതായിരിക്കും നല്ലത്. ജിണ്ടു വിളിച്ചിട്ട് വരുന്നില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഏത് മരമാണെങ്കിലും ശരി, തീട്ട് കഴിഞ്ഞ കത്തിപ്പോയിക്കോളും. എന്നാ അതൊന്ന് ട്രൈ ചെയ്യാം. ഫയർ സ്യൂട്ട് ഓൺ. ഫയർ സ്യൂട്ട് ഓൺ. വരൂ അപ്പൂപ്പ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഈ ട്രീ ഹൗസിന്റെ റിപ്പയറിംഗ് കഴിഞ്ഞായിരുന്നോ? അതെ, റിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞു വീർ. നമുക്ക് വീട്ടിലേക്ക് പോകാം. പക്ഷേ എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ജിണ്ടുവിനെ കുറിച്ച് ഒരു വിവരവുമില്ലല്ലോ. ആ ട്രീ റോബോട്ടെ കിടന്ന് കറങ്ങി കളിച്ചില്ലേ, അപ്പൊ അവൻ തെറിച്ച് ദൂരെ വീണായിരുന്നു. അപ്പോൾ അവന്റെ തലയ്ക്ക് അടി കിട്ടിയിട്ട് അവന്റെ ഓർമ്മയൊക്കെ മാഞ്ഞു പോയതായിരിക്കും. വരൂ, നമുക്ക് തിരിച്ചു പോയി അവനെ കണ്ടുപിടിച്ച് അവന്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരാം.